ഈ സംഭവിപ്പാനുള്ളത് മുഴുവനും ഒഴിഞ്ഞു പോകുക. ആ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് പല കാര്യങ്ങൾ അവിടെ ഓർപ്പിക്കുന്നു. എന്താണ് അവിടെ സംഭവിപ്പാനായിട്ട് പോകുന്നത്? യേശു കർത്താവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടും കർത്താവിൻ്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങൾ കർത്താവ് അവിടെ ഓർപ്പിക്കുന്നു. ഇതൊക്കെ ഒഴിഞ്ഞു പോകുവോളം നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. എവിടെയൊക്കെയോ നമ്മൾ മയങ്ങിപ്പോയി, എവിടെയൊക്കെയോ നമ്മൾ ഉറങ്ങിപ്പോയി. അഭിഷക്തൻ പറയുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്ക എന്ന ക്രിസ്തു നിന്റെ മേൽ പ്രകാശം. ആ കർത്താവിന്റെ വെളിച്ചം നമ്മുടെ മേൽ വ്യാപരിക്കാൻ കഴിയാതെ എവിടെയോ നമ്മൾ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു ഉണർവ് നമുക്ക് ആവശ്യമാണ്. ആത്മീകമായ ഉണർവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. സകലതും ഒഴിഞ്ഞു പോകണമെന്ന് അത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ വരാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഒരു വലിയ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്തൊക്കെയാണ് ഒഴിഞ്ഞു പോകുവാൻ കർത്താവ് പഠിപ്പിക്കുന്നത്? 20-ാം വാക്യം മുതൽ 1-2 വാക്യങ്ങൾ വായിക്കാം. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. അന്ന് യഹൂദിയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. അതിന്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ. നാട്ടുപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലം ആകുന്നു. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. ഇവിടെ പട്ടണത്തിലേക്ക് ആയിരിക്കുന്നവർ പട്ടണം വിട്ട് ഓടിപ്പോകട്ടെ. പട്ടണങ്ങൾക്ക് നാശം സംഭവിക്കാൻ പോകുന്നുവെന്ന് കർത്താവ് പ്രവചിക്കുക. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ യേശുവാണ്. യേശു കർത്താവിന്റെ പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ പ്രവചനങ്ങൾ വെളിപ്പാടുകൾക്കും പകരം വയ്ക്കുവാനായിട്ട് ഒന്നുമില്ല. വെളിപ്പാട് ദിവസം 1:1 പറയുന്നത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് യോഹന്നാനോട് പറയുന്നു, നീ ഇത് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കണം. കർത്താവിന്റെ വെളിപ്പാടുകൾ ഇന്ന് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറയുന്നു, ഈ പ്രയാസങ്ങളെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഉണരണം. എവിടെയൊക്കെ നമ്മൾ മയക്കത്തിലാണ്, ഉറക്കത്തിലാണ്, നമ്മൾ ഉണരണം. ഉണർന്നാലേ നമുക്കതിനെ ജയിക്കാനായിട്ട് കഴിയുകയുള്ളൂ. പട്ടണത്തിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകേണ്ടുന്ന സാഹചര്യം വരാൻ പോകുകയാണ്. അപ്പൊ നമ്മുടെ പട്ടണങ്ങൾ ദൈവത്താൽ പിടിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോടെ ഭരിക്കപ്പെടണം. ദൈവത്താൽ ഭരിക്കപ്പെട്ടില്ലെങ്കിൽ അവിടെ പിശാച് ഭരിക്കും. ഒരു വീട്ടിലെ കുടുംബനാഥൻ ആ കുടുംബത്തെ ഭരിച്ചില്ലെങ്കിൽ ആ വീട്ടിലെ അമ്മ ഭരിക്കും. അപ്പനും അമ്മയും ഭരിച്ചില്ലെങ്കിൽ മക്കൾ ഭരിക്കും. മക്കൾ ഭരിക്കുന്ന അനുഭവം വരുമ്പോൾ ആ വീട്ടിന്റെ അകത്ത് ബുദ്ധിമുട്ടുകളാണ്. ദൈവം നമ്മുടെ ഭവനങ്ങളെ ഭരിച്ചാൽ പിശാച് ഭരിക്കും. പിശാചിന് ഭരിക്കാൻ അവസരം കൊടുക്കരുതോ, പിശാചിന് ഇടം കൊടുക്കരുതെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ നമ്മുടെ ഭവനങ്ങൾ കർത്താവിനാൽ ഭരിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ഭവനങ്ങൾ ഒരുക്കപ്പെടണം. നമ്മുടെ ഭവനത്തിന്റെ ഓരോ കോണിലും ഓരോ മൂലയിലും കർത്താവിന് കടന്നു ചെല്ലാൻ കഴിയണം. ദൈവ വചനത്തിന് കടന്നു ചെല്ലാനായിട്ട് കഴിയണം. വചനത്തിന് നമ്മൾ കീഴ്പ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ മേഖലകളെയും കർത്താവ് സംരക്ഷിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരികെ വരുന്നത് വരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്താൽ സംരക്ഷിക്കപ്പെടണം. കഴിഞ്ഞ ശനിയാഴ്ച ഒരു സഹോദരൻ പറഞ്ഞത്, ഈ കുടുംബ സംഗമങ്ങളൊക്കെ വേഗം തീരാൻ പോകുകയാണ്, രക്തബന്ധങ്ങൾ നശിക്കാൻ പോകുകയാണ്, അതിനുള്ള കാലഘട്ടമായി. ആ യുവനക്കാരൻ പറഞ്ഞത്,
ഇനി അടുത്ത് കമ്പ്യൂട്ടറുകളെ കല്യാണം കഴിക്കേണ്ട കാലം വരാൻ പോകുക. വീട്ടിൽ ഭർത്താവ് ഭാര്യയോട് എന്തെങ്കിലും സംസാരിക്കുക, ഭാര്യ കോപിക്കും, കമ്പ്യൂട്ടർ കോപിക്കില്ല. കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ മറുതലിക്കും, കമ്പ്യൂട്ടർ മറുതലിക്കില്ല, അത് അനുസരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യാദികളും ചെയ്യുവാൻ നമ്മളൊക്കെ ന്യൂസിൽ കാണുന്നില്ലേ? വയലിടാൻ, ഞാറ് നടുവാൻ, വീടടിച്ചു നോക്കുവാൻ, അത് ഓഫീസിലേക്ക് വരുന്നവരെ സ്വീകരിക്കുവാൻ, ബാങ്കിലേക്ക് വരുന്നവരുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ക്രമീകരിച്ചു കൊടുക്കാനൊക്കെ ഇപ്പൊ റോബോട്ടുകളുണ്ട്. ആ കാലഘട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു 10-50 വർഷം കഴിയുമ്പോൾ റോബോട്ടുകളെ കല്യാണം കഴിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വന്നുകൂടാ എന്നില്ല എന്ന് അത് റെയിൽവേ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, നമ്മുടെ രക്തബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഭവനങ്ങളെ ദൈവം ഭരിക്കണം. ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകണം. കുടുംബ ബന്ധങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, ചില നാളുകൾക്ക് ഒരു സഹോദരൻ അതിനോട് ഞാൻ സംസാരിച്ചു, നിന്റെ സഹോദരനല്ലേ, നിനക്ക് ക്ഷമിച്ചുകൂടെ എന്ന് സംസാരിക്കുമ്പോൾ ആ തിരിച്ചു പറഞ്ഞ മറുപടി, ഇപ്പോൾ ഇളയതും മൂത്തതും ഒക്കെ തെങ്ങിന്റെ മണ്ടയിലേ ഉള്ളൂ, ഭൂമിയിലില്ല. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഹോദര ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടം മാതാവിനും പിതാവിനും തമ്മിൽ സ്നേഹമില്ല. കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളെ അനുസരിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ല. കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് സ്നേഹിപ്പാൻ കഴിയുന്നില്ല. സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അകന്നു പോവുകയാണ്. ലോകത്തിലേക്ക് അവർ കടന്നു പോവുകയാണ്. ഇന്നത്തെ യുവനക്കാർക്ക് അപ്പനേക്കാൾ, അമ്മയേക്കാൾ, സഹോദരങ്ങളെക്കാൾ, രക്തബന്ധങ്ങളെക്കാൾ മൊബൈലിനോടും കമ്പ്യൂട്ടറിനോടുമാണ് ഇഷ്ടമായിരിക്കുന്നത്. ആ ബന്ധം വിട്ട് ദൈവത്തിന്റെ കൃപയിലേക്ക് വരണം. ദൈവത്തിന്റെ വചനം വായിക്കുവാനും ദൈവവചനം ധ്യാനിപ്പാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രമാണ് താല്പര്യമുള്ളത്. പലർക്കും അതിനോട് താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനം പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമ്മുടെ കാര്യങ്ങൾ സാധ്യമാകാത്തതെന്താ? നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നതെന്ത്? ദൈവത്തിന്റെ വചനം വായിപ്പാൻ, ദൈവവചനം ധ്യാനിപ്പാൻ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ച വട്ടം നിങ്ങളോട് വ്യക്തിപരമായി ചോദിക്കുക, എത്ര സമയമാണ് ഒരു ദിവസത്തിൽ ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും നിങ്ങൾ സമയം കണ്ടെത്തിയത്? എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലെ അനിഷ്ടതകൾ മാറുന്നില്ല? മറ്റെല്ലാത്തിനും നമുക്ക് സമയമില്ലേ? ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആ കർത്താവിനോടൊന്ന് ചേർന്നിരിക്കുവാൻ എന്തേ യഹോവയ്ക്ക് വാഴാൻ കഴിയാതിരിക്കുന്നത്? നമ്മുടെ ഭവനങ്ങളെ കർത്താവിന് ഭരിക്കാൻ കഴിയാതിരിക്കുന്നത് എന്ത്? കർത്താവ് പറയുന്നത് കേൾക്കാൻ നമുക്ക് സമയമില്ല. കർത്താവിന്റെ വചനം വായിപ്പാനും ധ്യാനിപ്പാനും ആ വചനം അയവിറക്കുവാനും ഓരോ ദിവസവും പ്രഭാതത്തിൽ നാം വായിക്കുന്ന വചനം വായിച്ച് ധ്യാനിച്ച ആ വചനപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു ദൈവവൈതന് ലോകത്തിലെ ഒരു ശക്തികൾക്ക് കീഴടക്കാൻ കഴിയില്ല. നമ്മുടെ ആധരങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവവചനത്തിന്റെ വിത്ത് വീണ് മുളയ്ക്കണം. ആ വചനം ശത്രു പലപ്പോഴും പറക്കിക്കൊണ്ടു പോകുന്നത് കൊണ്ടാണ് ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാതിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര അത്യുത്തമമാണ്! എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി 7ാം സ്റ്റാൻഡേർഡ് 8ാം സ്റ്റാൻഡേർഡ് വരെ ക്ലാസ് ഫസ്റ്റായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി കൊറോണ വന്നതോടെ ഓൺലൈൻ ക്ലാസ്സിന് വീട്ടുകാരൊരു മൊബൈൽ വാങ്ങിക്കൊടുത്തു. അല്ലാതെ നിവർത്തിയില്ലല്ലോ. അതോടെ ആ കുട്ടിയുടെ പഠിത്തം പോയി. ഇന്ന് എന്തെന്ന് പറയാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്നു.
എന്താ കാര്യം? ദൈവവചനത്തെ വായിക്കുവാനും ധ്യാനിക്കുവാനും ദൈവത്തോട് ചേർന്ന് നടക്കുവാനും സമയമില്ല. മൊബൈൽ ഫോണിനോടാണ് പ്രിയം. അത് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മയക്കുമരുന്നിനേക്കാൾ മദ്യപാനത്തെക്കാൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായി കുഞ്ഞുങ്ങളെ ഭരിക്കുന്നത് മൊബൈൽ ഫോണും ഇന്റർനെറ്റുമാണ്. ഇതെല്ലാം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പക്ഷേ അത് ദുരുപയോഗം ചെയ്യരുത്. ദൈവവചനത്തിന് ഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടാകണം. വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും അത് തീഷ്ണതയോടെ അനുസരിക്കുവാനും ഒരു പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ കർത്താവിനോട് പറയാൻ കഴിയണം, അപ്പാ, ഞാൻ നിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് നീ ഓർക്കണമെന്ന് പറയാം. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം വന്നു. ഹിസ്കിയാവ് മരിച്ചു പോകുമെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞാൽ അവൻ മരിക്കും. പക്ഷേ ആ ഹിസ്കിയാവ് രാജസ്ഥാനത്ത് ഇരിക്കുമ്പോഴും അവൻ ചുവരിന്റെ നേരെ മുഖം തിരിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നടന്നത് നീ അറിയുന്നല്ലോ. എത്ര പേർക്ക് കാലം പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും, കഴിഞ്ഞ ഒരാഴ്ച വട്ട ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നത് അപ്പാ നീ അറിയുന്നല്ലോ. ബോധ്യപ്പെടുത്തണ്ട, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണ്ട. ഞാൻ വിശ്വസ്തയോട് ഏകാഗ്രതയോട് ദൈവസ്ഥിതി ഒരാഴ്ച വട്ടം നടന്നു എന്ന് പ്രാഗൽഭ്യത്തോടെ ആർക്കൊക്കെ പറയാൻ കഴിയും, അവിടെ വിഷയങ്ങൾക്ക് ഇന്ന് പകൽ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിന് മുമ്പേ പരിഹാരം വന്നിരിക്കും. ലോകം നിന്റെ അകത്ത് കയറിയോ? ലോകത്തിന്റെ ആഡംബരം നിന്റെ അകത്ത് കയറിയോ? ഇത് ഏറ്റുപറയണം. ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഭവനങ്ങളായി നമ്മൾ മാറണം. ദൈവത്താൽ ഭരിക്കപ്പെടുന്ന വ്യക്തികളായി നമ്മൾ മാറണം. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. ദൈവത്തിന് സകലതും കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുക. ഏതൊക്കെ ഒഴിഞ്ഞു പോകണം? ദൈവത്തിന്റെ മഹാകോപ ദിവസത്തിൽ പട്ടണത്തിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. അടുത്ത വാക്യം വായിക്കാം, 24-ാം വാക്യം മുതൽ. അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴും, അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. യെരൂശലേം ദൈവത്തിന്റെ ഭവനമാണ്, ദൈവത്തിന്റെ ആലയമുള്ള സ്ഥലമാണ്. അവിടെ ജാതികൾ ചവിട്ടുവാനായിട്ട് ശൂന്യമാക്കുവാൻ പോകുക. ദൈവമക്കൾ അനുഭവിക്കേണ്ട പല നന്മകളും നമുക്ക് അനുഭവിപ്പാൻ കഴിയാതെ ജാതികൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്താ? ദൈവത്തിന്റെ സന്നിധി ശരണപ്പെടുന്നില്ല. ദൈവത്താൽ ഭരിക്കപ്പെടുവാൻ നമുക്ക് ഏൽപ്പിക്കപ്പെടാൻ കഴിയുന്നില്ല. കർത്താവ് നിർബന്ധിച്ചൊരു കാര്യം ഏറ്റെടുക്കുകയില്ല. വെളിപ്പാട് 3:20 പറയുന്നത് എന്താ? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. ദൈവത്തിന്റെ വചനം വായിക്കുവാനോ ധ്യാനിക്കുവാനോ നമുക്ക് സമയമില്ല. പിന്നെ എങ്ങനെ ദൈവശബ്ദം കേൾക്കും? ദൈവശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ കർത്താവിനോട് അത്താഴം കഴിക്കുക, കർത്താവിനോട് കൂട്ടായ്മ കൂടുവാൻ നമുക്ക് കഴിയും. അടുത്ത വാക്യം. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാവും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടെ പരിഭ്രമമുണ്ടാകും. ലോകത്തിൽ സംഭവിപ്പാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന് മുഴുവനും പരിഭ്രമം ഉണ്ടാകത്തക്കവണ്ണമുള്ള പ്രതിസന്ധികൾ വരും. അടുത്ത ഭാഗം. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും. പോകുന്നതിനാൽ
ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാർ ആകും. മനുഷ്യർ നിർജീവന്മാരാകും. ഈ സകലതും ഒഴിഞ്ഞു പോകുവോളം നമ്മൾ കർത്താവിന്റെ ഒഴിഞ്ഞു പോകുവാനും കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാനും നമുക്ക് കഴിയണം. ഇതൊക്കെ ഒഴിഞ്ഞു പോകാൻ നമ്മൾ പ്രാർത്ഥിക്കണം, ഉണർന്നിരിക്കണം. എത്രമാത്രമാണ് നമുക്ക് ഉണർന്നിരിക്കുവാൻ കഴിയുന്നത്? ഇന്ന് പലതും ഒഴിഞ്ഞു പോകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലാണോ നമ്മളുടെ ആഗ്രഹം? യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത് വാക്യം വായിക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത് വചനം, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. യാക്കോബ് പറയുന്നു, നിങ്ങൾ 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നിങ്ങളുടെ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ എണ്ണ പൂശി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. പരസ്പരം വഹിക്കുവാനും പ്രാർത്ഥിപ്പാനും നമുക്ക് കഴിയണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവിടെ അത് ഇട്ടി ചവിട്ടുവാനല്ല നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പരസ്പരം കരുതുവാൻ, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ വഹിപ്പാൻ, ആ ഒരു തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 4-ാമത് വാക്യം വായിക്കുമ്പോൾ ഹോശേയ പ്രവാചകൻ വിളിച്ചു പറയുന്നു, അവൻ കരഞ്ഞു, അവനോട് അപേക്ഷിച്ചു. അവൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി. അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു, യഹോവ എന്നാകുന്നു അവന്റെ നാമം. അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക. ഇടവിടാതെ ദൈവത്തിനായി ദയയും ന്യായവും പ്രവർത്തിച്ച് ദൈവം അകന്നു പോകുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇടവിടാതെ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് മറുപടി നൽകും. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇന്നും ഒരുക്കമാണ്. സകലതും ഒഴിഞ്ഞു പോകുവാനും കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാനും നമ്മൾ പ്രാപ്തരാകണം. പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോയിട്ട് കർത്താവ് നമ്മെ നിർത്തണം. നമുക്ക് അവകാശമായി തന്ന ദേശം, ഭവനം നമുക്ക് സ്വന്തമായി ദൈവം തന്നതാണ്. അവിടെ നമുക്ക് നിൽക്കാൻ കഴിയണം. നമ്മൾ ഓടിപ്പോകേണ്ടുന്നവരല്ല. സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കണമെന്ന കർത്താവിന്റെ വചനം പറയുന്നു. ലോകത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. കടലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആകാശമണ്ഡലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അത് പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇതൊന്നും വിഷയമേ അല്ല. അതിന്റെ മടുവിലും അവൻ ജയോത്സവമായി നടത്തുവാൻ ശക്തനാണ്. ആ ഒരു ഉറപ്പും പ്രത്യാശയുമാണ് ഒരു ദൈവ പൈതലിനെ നിലനിർത്തുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യം വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 17-ാമത് വചനം, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മഹാകോപ ദിവസത്തിൽ ആർക്ക് നിൽക്കുവാൻ കഴിയും? ഒരു കർത്താവ് പഠിപ്പിക്കുന്നു, ഇവ ഒഴിഞ്ഞു പോകുവോളം നമ്മൾ ഉണർന്നിരിക്കണം.
നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഉണർന്നും പ്രാർത്ഥിക്കും കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞാൽ വെളിപ്പാട് സാറിന്റെ 12 മുതൽ ഉള്ള വാക്യങ്ങൾ കൂടെ വായിക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാം വലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവി. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറക്കുവിൻ. ഈ ലോകത്തിലെ ബലവാന്മാരും ശക്തന്മാരും സഹസ്രാധിപന്മാരും പ്രഭുക്കന്മാരും രാജാക്കന്മാരും മലകളിലും ഗുഹകളിലും ഒളിച്ചിട്ട് പറയുകയാ, മലകളെ ഞങ്ങളുടെ മേൽ വീഴുവേ, പാറകളെ ഞങ്ങളുടെ മേൽ വീഴുവേ. അതെ, അതിന് മരണം അന്വേഷിച്ചാൽ മരണം കാണുകയില്ലെന്ന് വേദപുസ്തകം പറയുന്നു. മരിക്കാൻ തോന്നിയാൽ മരിക്കാൻ കഴിയാത്ത സകല പ്രതിസന്ധികൾ നീ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വചനം പറയുന്നു, ദൈവം നിങ്ങളുടെ മേൽ വാഴണം. ദൈവത്താൽ നാം ഭരിക്കപ്പെടുന്നുവെങ്കിൽ, ഇവിടെ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ലോകത്തിന്റെ പുറകെ പോയ പലരും പാറകളെ ഞങ്ങളുടെ മേൽ വീഴുമെന്ന് പറഞ്ഞാൽ പാറയ്ക്ക് വീഴാൻ കഴിയില്ല. ദൈവകൃപയിൽ നിന്ന് വീണുപോയ ശൗൽ യുദ്ധക്കളത്തിൽ ശത്രു സൈന്യം തന്റെ നേരെ വരുന്നത് കണ്ടിട്ട് ശത്രുക്കൾ തന്നെ കൊല്ലുമെന്ന് ഭയന്ന് അവൻ ഉറപ്പായപ്പോൾ സ്വന്തം തന്നോട് കൂടെയുള്ള സേനാനായകനോട് പറഞ്ഞു, നീ എന്നെ കൊല്ല, ശത്രു എന്നെ കൊല്ലാതിരിക്കുവാൻ. അവൻ പിന്മാറിയപ്പോൾ ശൗൽ നിലത്ത് കുന്തം കുത്തി നിർത്തിയിട്ട് അതിന്റെ മുകളിൽ ചാടി വീണു. അവൻ ആത്മഹത്യ ചെയ്തതാണ്. എന്താ ശൗലേ, ഇസ്രായേലിലെ 1ാമത്തെ രാജാവായി ദൈവം നിന്നെ അഭിഷേകം ചെയ്തതല്ലേ? അഭിഷേകം ചെയ്ത ശമൂവേൽ പ്രവാചകന്റെ കുഴപ്പം കൊണ്ടാണോ? ഈ രാജാവായി കഴിഞ്ഞപ്പോൾ ദൈവ കൽപ്പന ലംഘിച്ചു. അതുകൊണ്ട് അവൻ നാശത്തിലേക്ക് പോയി, തന്നെത്താനെ മരിക്കേണ്ടി വന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കോപ ദിവസത്തിൽ മരണം അന്വേഷിച്ചാൽ അത് നിന്നെ വിട്ട് ഓടിപ്പോകും. അന്ന് വിഷം കുടിച്ചാൽ മരിക്കയില്ല, കയറിൽ തൂങ്ങിയ ചാകയില്ല. ലോകത്തിലെ മരിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്താലും നിനക്ക് മരിക്കാൻ കഴിയില്ലെന്ന് സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നു. ഈ മഹാകോപം നിന്നെ വിട്ട് ഒഴിഞ്ഞു പോകുവോളം നീ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓരോ ദിവസങ്ങളിലും ദൈവം നമ്മെ നടത്തും. ദേശത്ത് പ്രതിസന്ധി വരുമ്പോൾ അതിന് തൊട്ടും നിന്നെ ആ ദേശത്ത് നിന്ന് മാറ്റും. ലോത്തിനോട് ദൂതന്മാർ പറയുന്നു, നീ സോദോം ഗോമോറ വിട്ടു പോകാതെ എനിക്കിവിടെ തീയും ഗന്ധവും ഇറക്കാൻ കഴിയില്ല. ബന്ധപ്പെടുത്തി കൈക്ക് പിടിച്ച് അവരെ ആ പട്ടണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. എന്താ? ദൈവ ശബ്ദത്തെ അനുസരിച്ച ഒരു അബ്രഹാമിനോടൊപ്പം ഇറങ്ങിത്തിരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട്, ലോത്തിന്റെ ക്വാളിറ്റി കണ്ടിട്ടല്ല. അബ്രഹാം
ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ എന്തായി തീരുമെന്നൊരു പ്രതീക്ഷയുമില്ലാതെ ആ ദൈവ ശബ്ദത്തോ അനുഗമിച്ച് ഇറങ്ങി തിരിച്ച ആ ലോത്തിന്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തെങ്കിൽ കർത്താവിനെ ആരാധിക്കുന്ന യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. ദേശത്ത് വരുന്ന അനർത്ഥത്തിൽ നീ പട്ടുപോകാൻ നീ അനുവദിക്കയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഉണർവോടെ പ്രാർത്ഥിക്കുക. എല്ലാ സമയവും ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുക. ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാൻ കർത്താവിന്റെ വചനം പറയുന്നു. അവിടെയൊക്കെ ഉണർവ് നഷ്ടപ്പെട്ടു പോയോ, അവിടെയൊക്കെ ഉണർവ് സംഭവിക്കുവാൻ, ഒന്ന് അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടുവാൻ നമുക്ക് കഴിയണം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 37-ാമത് വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു ഉപമ ഒന്ന് വായിക്കാം. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. കർത്താവ് വരുമ്പോൾ ഉണർവോടെ ഇരിക്കുവാൻ നമുക്ക് കഴിയുമോ? കർത്താവ് പറയുന്നു, യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്ന ദാസനാണ് ഭാഗ്യവാൻ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം വീര്യപ്രവർത്തികളുടെ ദൈവമാണ്. ദൈവം ചില ഭവനത്തിലെ കുഞ്ഞുങ്ങൾ പിതാവ് വീട്ടിൽ വരുന്നത് വരെ ഉറങ്ങാതിരിക്കും. എന്താണെന്നറിയാമോ? പിതാവിന്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടാവും. 2-3 മക്കളുണ്ടെങ്കിൽ ഒരാൾ ഉണർന്നിരുന്നാൽ അവരാണ് ഏറ്റവും നല്ലത് കിട്ടുന്നത്. ആ പിതാവ് വരുന്നത് വരെ കുഞ്ഞുങ്ങൾ ഉറങ്ങാതിരിക്കും. വെറും കൈയായി വരുന്ന പിതാവിനെ നോക്കി കുഞ്ഞുങ്ങൾ ഉറങ്ങാതിരിക്കാറില്ല. അപ്പന്റെ ഉത്തരവാദിത്വം എന്നെ നോക്കിയിരിക്കുന്ന ഒരു ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ആ ഒരു ബോധം എപ്പോ നഷ്ടപ്പെടുന്നുവോ നീ ഏതിനൊക്കെ അടിമയാണ്. ആ ഉത്തരവാദിത്വ ബോധം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. നാം കർത്താവിനെ അറിയാതിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി തന്നെ ജീവനെ നൽകി. ആ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നമ്മെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്. നമ്മൾ ഉണർന്നിരിക്കണം. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരാണ് ഭാഗ്യവാൻ. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 25-ാം അധ്യായം 12-13 വാക്യങ്ങൾ, അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കർത്താവിന്റെ വരവിന്, കർത്താവിന്റെ ശബ്ദം മധ്യാകാശത്തിൽ കേൾക്കുന്ന ആ സമയം നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണർവ് നഷ്ടപ്പെട്ടു പോയോ, തീഷ്ണത നഷ്ടപ്പെട്ടു പോയോ, ഉണർന്നിരിപ്പാൻ കഴിയണം. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക. ആ ഉണർവിന്റെ ഒരു ലക്ഷണമാണ് നമ്മുടെ പ്രാർത്ഥന അനുഭവങ്ങൾ. ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ഒരു ശത്രുവിനും നമ്മുടെ അടുക്കലേക്ക് കയറി വരാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉയരുന്നതായ, നമ്മുടെ അതിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനാ ശബ്ദം നമ്മുടെ ശരീരത്തെ ചൂടുപിടിപ്പിക്കും. ആ ചൂട് ദേശത്തിന്റെ മേൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 41-ാമത് വാക്യം വായിക്കുമ്പോൾ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കണം. ഇതാ പരീക്ഷ വരാൻ പോകും. നമ്മൾ പാടി, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി. പരീക്ഷയോടുകൂടെ പോക്കുവഴിയും തരുന്നവനാണ് ദൈവം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. പരീക്ഷയോടുകൂടെ
പോക്കുവഴിയും നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പൊ പരീക്ഷ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരവും ദൈവസന്നിധിയിലുണ്ട്. നമ്മൾ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ, ഉറങ്ങിപ്പോയാൽ അതേ സ്തോത്രം, നമ്മുടെ നന്മ നഷ്ടമായി പോകും. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ മയക്കം മാറണം, നമ്മുടെ അലസത മാറണം, നമ്മൾ ഉണർവുള്ളവരായി തീരണം, ജാഗ്രതയുള്ളവരായി തീരണം. അതെ, അതുകൊണ്ടാണ് അതെ മലാഖി പ്രവാചകൻ വിളിച്ചു പറയുന്നത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. അതേ, സകല അത് അഹങ്കാരികളും താളടിയായി തീരും, വേരും കൊമ്പും ശേഷിക്കാതെ സകലതും നാശിച്ചു പോകും. നീ ഉണർന്നുകൊള്ളുക, കോട്ട കാത്തുകൊള്ളുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്ക, നമ്മെ ശക്തീകരിക്കുക, വചനം കൊണ്ട് നമ്മെ ബലപ്പെടുത്തുക. നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മെ ഉറപ്പിക്കുന്നതാണ്. പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകാതെ, കഷ്ടതയിൽ താണു പോകാതെ നമ്മെ നിർത്തുന്നതാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ യേശു കർത്താവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. കർത്താവ് പറയുന്നു, 1 മണിക്കൂർ നേരം ഉണർന്നിരിക്കാൻ നിങ്ങൾ കഴിയുന്നില്ലല്ലോ. ജീവിതത്തിൻ്റെതായ ശോധനകളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ പലപ്പോഴും മയക്കത്തിൽ, അവൾ ചേച്ചി എന്നോട് ഒരിക്കൽ പറഞ്ഞത്, രാത്രി ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അരി അരയ്ക്കാൻ ഉരലിടും, അരി അരച്ചരച്ചരച്ച് ഉറങ്ങും. പക്ഷെ നീക്കിയിടുന്ന വിരള് ആ കുഴവിയുടെ ഇടയിലാകുമ്പോ അയ്യോ എന്ന് വിളിച്ചോണ്ട് ഉണരും. പിന്നെ കുറെ നേരത്തേക്ക് ഉറങ്ങുകയില്ല. അവിടെ ഉറക്കവും പോവും, മയക്കും പോവും. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അമ്മിയും കുഴയും ആട്ടുകല്ലും ഒക്കെ പറഞ്ഞ ആർക്ക് അറിയില്ല. പണ്ട് കാലത്ത് ദോശ കഴിക്കണമെങ്കിൽ ഉരലിട്ട് അരി അരയ്ക്കണമായിരുന്നു. അരി അരച്ചരച്ച് വീട്ടമ്മ ഉറങ്ങും. പക്ഷെ കൈ അതിനകത്തോട്ട് വിരള് ഇങ്ങനെ നീക്കിയിടുമ്പോൾ ആ കല്ലിന്റെ ഇടയിലാകുമ്പോൾ അങ്ങനെ ആയിട്ടുള്ളവർക്ക് അതിന്റെ സുഖം അറിയാൻ കഴിയുള്ളൂ. നമ്മൾ പലപ്പോഴും ഉറക്കത്തില്ല, നമ്മൾ പലപ്പോഴും മയക്കത്തില്ല. എന്തുകൊണ്ട്? പ്രതിസന്ധി പ്രതീക്ഷിക്കാത്ത സമയത്ത് കയറി വരുന്നതോ, നീ പ്രാർത്ഥിക്കേണ്ട സമയം ഉറങ്ങിപ്പോയി. കർത്താവിന്റെ മരണവേദനയുടെ സമയത്ത് പോലും 3.5 വർഷക്കാലം തീറ്റിപ്പോറ്റിയ തന്റെ ശിഷ്യന്മാർക്ക് 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാണെന്ന് പറഞ്ഞവർ 1 മണിക്കൂർ ഉണർന്നിരിക്കാനായിട്ട് കഴിഞ്ഞില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും, നമ്മളെല്ലാം ഉറക്കം വരും. ശത്രു ഭയങ്കര തന്ത്രമാണ്. ബാക്കി ഒരു സ്ഥലത്ത് ഉറങ്ങിയില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ബൈബിള് വായിക്കാൻ വരുമ്പോൾ ഉറക്കം വരുന്നെങ്കിൽ സൂക്ഷിക്കണം. നിന്നെ ഭരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവിനാൽ ഭരിക്കപ്പെടുന്നവർക്ക് അങ്ങനെ ഉറങ്ങാൻ കഴിയില്ല. അപ്പൊ ഉറക്കത്തിൽ ഒരുപക്ഷെ ഒരിക്കലും ദൈവദാസൻ പറഞ്ഞത്, ചുറ്റുപാടുകൾ ഭയങ്കര ബഹളമാണ്, ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസ് കൊടുത്തു. പോലീസ് വന്ന്, SI വന്ന് അകത്തേക്ക് കയറി അത് അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ശബ്ദം കാരണം അത് ചുറ്റുപാടുള്ളവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ആ പാസ്റ്റർ SI അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ബഹളത്തിനകത്ത് ഒരാളിൽ നിന്ന് ഉറങ്ങുന്നു. പിന്നെയാണോ അകലെയുള്ളവർക്ക് ഉറങ്ങാൻ കഴിയാത്തത്? നിന്റെ ആരാധന ചുറ്റുപാട് ചിലർക്ക് ഉറക്കം കെടുത്തുന്നുവെങ്കിൽ നിന്റെ ഉണർവ് ഇത് പോരാ, കുറെ കൂടെ ഉണരണം. കർത്താവിന്റെ മരണവേദനയുടെ സമയത്ത് പോലും 1 മണിക്കൂർ ഉണർന്നിരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എവിടെയൊക്കെയോ ഉണർവ് നഷ്ടപ്പെട്ടു പോയി. ആ കർത്താവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയെങ്കിൽ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരിപ്പീൻ. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം
അതിന്റെ 34 വാക്യം വായിക്കുമ്പോൾ, മർക്കോസ് വിശേഷം 14 അധ്യായത്തിന്റെ 34 വാക്യം, എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. കർത്താവ് പറയുകയാ, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ പാർത്ത് ഉണർന്നിരിക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ പാർത്ത് ഉണർന്നിരിക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുന്നോട്ട് ചെന്ന് നിലത്തു വീണു, കഴിയുമെങ്കിൽ ഈ നാഴിക നീങ്ങി പോകണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നത് അത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. എന്റെ ഉള്ളം മരണവേദന പോലെ പിടയുന്നു. എന്താ? താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയെ കുറിച്ചൊരു വെളിപ്പാട് തന്റെ അകത്ത് വന്നപ്പോൾ ശിഷ്യന്മാരോട് നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചു ഇരിക്കുക. അടുത്ത വാക്യം, പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? ഒരു നാഴിക ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഇവിടെ കർത്താവ് പത്രോസിനെ വ്യക്തിപരമായി വിളിച്ചു പറയുകയാണ്. ദൈവരാജ്യത്തിന്റെ താക്കോലേൽപ്പിക്കപ്പെട്ടവനാ പത്രോസ്. കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായവനാണ് പത്രോസ്. കർത്താവ് പറയുന്നു, എന്റെ ഉള്ളം മരണവേദന പോലെ പിടയുമ്പോൾ ഒരു നാഴിക നേരം എനിക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് കഴിയും. ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര പേർക്കാണ് ഉണർവോടെ പ്രാർത്ഥിപ്പാൻ കഴിയുന്നത്? ദേശത്ത് അനർത്ഥങ്ങൾ സംഭവിക്കുന്നു. ഈ ആഴ്ചയിൽ സ്കൂളിൽ പോയ ഒരു കുട്ടി, 8ാം സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടി കറണ്ട് അടിച്ച് മരിച്ചു. പത്രക്കാരും ചാനലുകാരും മുഴുവനും ആ സ്കൂളുകാരെയും KSEBക്കാരെയും കുറ്റപ്പെടുത്തി. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ലൈനിൽ പിടിക്കാൻ പോയതിനാ? മനുഷ്യരെല്ലാവർക്കും ദുഃഖമുണ്ട്, എനിക്കുമുണ്ട്. കേട്ടപ്പോ ദുഃഖം തോന്നി. പഠിക്കാൻ പോകുന്നവൻ ചെരുപ്പെടുത്തെറിയാനും കളിക്കുവാനുമാണോ പോകേണ്ടത്? സ്കൂളിൽ പോകുന്ന കുട്ടികൾ പഠിക്കാനാണ് പോകേണ്ടത്. അവൻ ചെരുപ്പെടുത്തെറിഞ്ഞത് അത് എടുത്തെറിഞ്ഞിട്ട് അതിനെ എടുക്കാൻ കയറിയപ്പോഴാണ് പിടിവിട്ടുപോയപ്പോൾ വഴുതിപ്പോയപ്പോൾ കയറി പിടിച്ചത് കമ്പിയില്ല. അവിടെ എത്രയോ കുട്ടികൾ പഠിക്കുന്നില്ലേ? എന്താ അവരാരും കമ്പി പിടിക്കാത്തത്? നമ്മുടെ കുഞ്ഞുങ്ങൾ അച്ചടക്കത്തിൽ വളരണം. എല്ലാവരും KSEBക്കാരെയും സ്കൂളുകാരെയും കുറ്റം പറയുന്നു. ആ കുഞ്ഞിന് അച്ചടക്കമില്ലാത്ത ആ കാര്യമാണെന്ന് ഒരൊറ്റ ആള് പറയുന്നത് ഞാൻ കേട്ടില്ല. ഈ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെങ്കിലും അച്ചടക്കത്തിൽ വളരണം. ആരുടെയെങ്കിലും ബൈക്കിന്റെ പുറകിൽ കയറി കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യരുത്. ബസ്സിന് പൈസ തന്നാൽ ബസ്സിൽ തന്നെ പോകണം. അല്ല മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ട് വരുന്നവനായിരിക്കും വഴി കാണുന്നവരെല്ലാം കയറ്റിക്കൊണ്ടു പോകുന്നത്. നീ അറിയാതെ നീ അപകടത്തിൽ ചാടും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു വലിയ കുഴപ്പമാണ്, വീട്ടിൽ നിന്ന് കാശ് കൊടുത്തേച്ചാ പൈസ നോക്കിയിരിക്കുമല്ലോ, ലിഫ്റ്റ് അടിച്ചു പോയാൽ ആ ലിഫ്റ്റ് നിന്റെ നാശത്തിലേക്ക് കൊണ്ടുപോകരുത്. ദൈവത്തെ ആരാധന ദൈവമക്കളെ, നമ്മൾ ഉണരണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കണം. നിങ്ങൾ കസ്റ്റമറിൽ ചെന്ന് ചാടരുത്. നിങ്ങൾ അറിയാതെ നിങ്ങൾ നാശത്തിലേക്ക് പോകരുത്. ആരെങ്കിലും ഒരാള് അത്യാവശ്യത്തിന് ബൈക്ക് കയറുന്ന ഞാൻ എതിരല്ല. പക്ഷെ ബൈക്ക് കയറുന്നതിന് മുമ്പ് ആ വ്യക്തി ആരെന്ന് തിരിച്ചറിയാം. ഒരു പരിചയമില്ലാത്ത ആളിനെ കയറ്റുകയും ചെയ്യരുത്. ഒരിക്കലും യൗവനക്കാരൻ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു പിതാവ് കൈ കാണിച്ചു. ആ യൗവനക്കാരന് പാപം തോന്നി അതിൽ കയറ്റി.
ആ മനുഷ്യൻ മദ്യപിച്ചുകൊണ്ട് നിന്ന ആളായിരുന്നു. അദ്ദേഹത്തിൽ ബൈക്കിൽ കയറിയിട്ട് ബൈക്ക് ഓടിച്ചു പോകുമ്പോ അവിടെ തിരിഞ്ഞ് ഒരു കാല് ബൈക്കിന്റെ വീലിന്റെ അകത്തായി. രണ്ടുപേരും വീണു, ആശുപത്രിയിലേക്ക് പോയി. കോളേജിൽ പഠിക്കുന്ന ഈ പയ്യൻ ജയിൽ പോലീസിൽ കയറി ഇറങ്ങേണ്ടി വന്നു, കോടതി പോകേണ്ടി വന്നു. എന്താ? അല്പസഹായം ചെയ്തതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളാരും ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെഞ്ചാടരുത്. സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിക്കേണ്ടുന്ന സമയം പഠിക്കാതെ മറ്റു കാര്യങ്ങൾ ഇടപെടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ദോഷങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ നമ്മൾ ഉണർവുള്ളവരായിരിക്കണം. ഉണർന്നും പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാ? ഈ കഷ്ടതകൾ ഒഴിഞ്ഞു പോകുമ്പോഴും, ഈ പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുമ്പോഴും യേശു കർത്താവിന്റെ ഹൃദയം മരണവേദന പോലെ പിടയുമ്പോഴും തന്റെ ശിഷ്യന്മാർ മയക്കത്തിലാണ്, ഉറക്കത്തിലാണ്. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകും. നമ്മുടെ ബലഹീനതകളൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഇളയ കുഞ്ഞിന് നാൻസി മോക്ക് പനിയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് കാറെടുക്കാൻ വന്നു. എനിക്ക് കൂടെ പോകണമെന്നുണ്ട്, പക്ഷെ എന്റെ ശരീരത്തിന്റെ കണ്ടീഷൻ എന്നെ അനുവദിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് യാത്ര ചെയ്യാൻ രാത്രി കഴിയില്ല. എന്റെ ഉത്തരവാദിത്വമാണ്, പക്ഷെ എന്റെ ശരീരം അനുവദിക്കുന്നില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പോകാൻ കഴിയാത്ത പ്രയാസമുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ മക്കളെ നമ്മൾ ദൈവഭയത്തിലും വിശുദ്ധിയിലും വചനപ്രകാരവും വളർത്തിയാൽ ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. ആരോഗ്യമുള്ള സമയം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നിനക്ക് കഴിയാത്ത സാഹചര്യം വരും, അന്ന് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. ഉണർവുള്ളവരായിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം. പ്രാർത്ഥനയോടെ ദൈവവചനം വായിച്ച് ധ്യാനിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രഭാതത്തിൽ ദൈവവചനം വായിച്ച് മുട്ടുമേൽ നിർത്തി പ്രാർത്ഥിച്ചിട്ട് സ്കൂളിൽ അയക്കാൻ കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാൻ ദൈവം അനുവദിക്കരുത്. കർത്താവിന്റെ ദൂതന്മാരും കാവലുണ്ടായി ദൈവസന്നിധിയിൽ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്നവരായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ, ദൈവവചന വ്യവസ്ഥയില്ലാത്ത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. അവിടെ അഭിഷക്തൻ പറയുകയാ, രാത്രിയും പകലും വിശ്രമമില്ലാതെ കണ്ണുനീരോടെ നിങ്ങളോട് ബുദ്ധി പറഞ്ഞു നിങ്ങൾ ഓർക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ നമ്മൾ പലതും ഓർക്കാറുണ്ടോ? ഞാൻ 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ പരീക്ഷ പേപ്പർ വാങ്ങാനായിട്ട് കൊറ്റമ്പള്ളി ജംഗ്ഷനിലേക്ക് രാവിലെ പോകുമ്പോൾ ഓടിപ്പോയി. എന്റെ ഒരു സ്നേഹിതൻ എന്നെ തോളിൽ പിടിച്ചോണ്ട് വന്നു. എന്റെ കാല് ചെറുതായിട്ട് തട്ടി. മറ്റേ സഹോദരന്റെ പ്രസംഗം കൂടെ ആയതുകൊണ്ട് നിലത്ത് വീണു. നല്ല ഇറക്കമാണ്, മെറ്റല് മാത്രം ഇട്ട് ടാറിടാത്ത റോഡ്. ഈ ഇറക്കത്തിൽ കുറെ ദൂരം ഒരഞ്ഞു പോയി. വീട്ടിൽ വന്നപ്പോ ശരീരത്തിൽ പലയിടത്തും രക്തം ഒലിച്ചിരിക്കുന്നു.
ഇന്നത്തെ മാതാപിതാക്കളൊക്കെ എന്ത് ചെയ്യും? പോട്ട് മക്കളെ എന്ന് പറയും. അന്ന് എനിക്ക് കിട്ടിയ സമ്മാനം കാളയടിക്കുന്ന രാമാജി കമ്പോട് 2 അടിയാണ്. എന്റെ കൈയും കാലും മുട്ടും ഒക്കെ ഒരഞ്ഞ് രക്തം ഒലിക്കുന്ന അനുഭവത്തില് അന്ന് കൊണ്ട് അടി. പിന്നെ അമ്മ എത്രയോ ദിവസം ചൂട് വെച്ചാണ് അത് മുറിപ്പിച്ചത്. ഈ മുറിഞ്ഞതിനേക്കാൾ അന്ന് വിടുന്നതല്ലാതെ അതിനുശേഷം വിടാൻ ഇതുവരെ അനുവദിച്ചില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാണ് അന്ന് മുറിഞ്ഞ പാട് ഇന്നും ഉണ്ട് എന്റെ മുട്ടിൽ. ആ തഴമ്പ് മാറിയിട്ടില്ല, അത് മരിക്കുന്നവരെ മാറിയില്ല. ആ തഴമ്പ് കാണുമ്പോഴൊക്കെ ഓർക്കണം അന്നത്തെ വീഴ്ച. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പൗലോസ് പറയുന്നു, രാത്രിയും പകലും ഞാൻ കരഞ്ഞും കൊണ്ട് നിങ്ങളെ ഉപദേശിച്ചത് നിങ്ങൾ കേട്ടോ? നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ, വിപരീത ഉപദേശം പറയുന്നവർ, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഉണർവോടെ പ്രാർത്ഥിക്കണം. ഈ പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുമ്പോഴോ കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടത്, പ്രതിസന്ധികൾ തളർന്നു പോകാതെ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിക്കുക. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ പതറിപ്പോകാതിരിക്കണം. എനിക്ക് 23 വയസ്സ് പ്രായമുള്ളപ്പോ ഒറ്റപ്പള്ളിയിലുള്ള സഹോദരനോടൊപ്പം കന്യാകുമാരി കാണാൻ പോയി. അവിടെ ആ കൽമണ്ഡപത്തിന്റെ അറ്റത്ത് നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയ ചെറിയ ഏകദേശം ഈ മേശയുടെ അത്രയും വീതിയുള്ള ഒരു പാറക്കെട്ടുണ്ട് വെള്ളത്തിന്റെ അടിയിൽ കൂടെ. അത് കഴിഞ്ഞ് മുകളിൽ ചെല്ലുമ്പോൾ അപ്പുറത്തൊരു വലിയ പാറയുണ്ട്. ഞാൻ കരയെ നോക്കി നിൽക്കുമ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ ഈ പാറയുടെ പുറത്തുള്ള ഓടി അപ്പുറത്തെ വലിയ പാറയുടെ മുകളിൽ ചെന്ന് കയറി. നമ്മുടെ കൂട്ടുകാരെല്ലാം അക്കരെ കയറിയപ്പോൾ എന്റെ ഹൃദയത്തിനകത്തൊരു താല്പര്യം, ഒന്ന് ഓടി അങ്ങ് കയറിയാലോ. ഞാൻ ഇറങ്ങി ആ പാറയുടെയും ഈ പടിക്കെട്ടിന്റെയും മധ്യത്തിലെത്തുമ്പോൾ 2 വശത്തുകൂടെയും തിരമാല വന്നു എന്റെ തലയുടെ മുകളിൽ. ഞാൻ കൈ 2 ഉയർത്തി കാണിച്ചു, എങ്ങോട്ടെങ്കിലും ഡെഡ്ബോഡി പോകുന്നത് കരയിൽ നിൽക്കുന്നത് കാണാൻ വേണ്ടി. 2 വശത്ത് നിന്നും ഒരുപോലെ വന്ന് വെള്ളം അടിച്ചു. ഞാൻ വിചാരിച്ചു എന്റെ ജീവിതം അവിടെ അസ്തമിച്ചു. എന്നോട് കൂടെ കരയുന്നവരെല്ലാം പാറയുന്നവരും നിലവിളിച്ചു, കരയുന്നവരും. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ബാക്കി എല്ലാവരും ആദ്യത്തെ സ്റ്റെപ്പിൽ ഓടിക്കയറി. ഞാൻ പറയട്ടെ, 2 വശത്തുനിന്ന് വെള്ളം 2 വശത്തൂടെ ഒഴുകി വന്ന് മാറിയത് കൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കാൻ ദൈവം അനുവദിച്ചത്. പ്രതിസന്ധികൾ തളർന്നു പോകാതെ കാക്കുന്നൊരു ദൈവമുണ്ടോ? ദൈവത്തിന്റെ സന്നിധിയിൽ ഉണർവോടെ പ്രാർത്ഥനയോടെ ആയിരുന്ന ദൈവത്തിൽ നിൽപ്പാൻ കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ പ്രതിസന്ധികൾ തളർന്നു പോകാൻ അനുവദിക്കയില്ല. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം അതിന്റെ 13-ാമത് വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിന്റെ 13-ാമത് വാക്യം, വിശ്വാസത്തിൽ നിലനിൽക്കുവിൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. നമ്മുടെ ഉണർവ് നഷ്ടപ്പെടരുത്, നമ്മുടെ വിശ്വാസ ജീവിതം തകരരുത്. അനേകരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി, മുന്നോട്ട് പോകുവാൻ കഴിയാതെ. അടുത്ത വാക്യം കൂടെ, സഹോദരന്മാരെ, സ്തേഫാനോസിന്റെ കുടുംബം ആഖായിലെ ആദ്യഫലമെന്ന് അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ. സ്തേഫാനോസിന്റെ കുടുംബം ആഖായിലെ ആദ്യ വിശ്വാസ കുടുംബമാണ്.
വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ച കുടുംബമാണ്. അവർക്ക് കിട്ടിയ പ്രതിഫലം ഒന്നാമത്തെ രക്തസാക്ഷിയായി സ്തെഫാനോസ് മരിക്കുകയാണ് ചെയ്തത്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ തീഷ്ണതയോടെ ഇറങ്ങിത്തിരിച്ചാൽ സ്തെഫാനോസ് ഒരൊറ്റ പ്രസംഗമേ നടത്തിയുള്ളൂ. അത് അവസാനത്തെ പ്രസംഗമായിരുന്നു. പക്ഷെ സ്തെഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ എന്റെ യേശു കർത്താവ് സ്വർഗം തുറക്കപ്പെട്ട കൈ നീട്ടപ്പെട്ട കരങ്ങളുമായി നിൽക്കുക. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ ലോകത്ത് കണ്ണടഞ്ഞാൽ അടുത്ത നിമിഷം അവിടെ കണ്ണ് തുറക്കണം. ആ ഒരു പ്രതീക്ഷയും പ്രത്യാശയും അകത്തു വരുമ്പോഴാണ് പലതിനെയും ചപ്പങ്ങും ചവറെന്നും എണ്ണാൻ കഴിയുന്നത്. ദൈവത്തിൽ ആശ്രമിക്കുന്ന ദൈവ പൈതലേ, ഉണർന്നിരിക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാമത് വാക്യം വായിക്കുമ്പോൾ, നീ ഉണർന്നും സുബോധവുമായിരിക്കുവാൻ അഭിഷേകം ഓർപ്പിക്കും. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമുള്ളവരായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു. അവിടെ ഉണർന്നും സുബോധവുമുള്ളവനായിരിക്കുവാൻ അഭിഷേകൻ ഓർപ്പിക്കുന്നു. 1 പത്രോസ് 5:8 പറയുന്നു, അലറുന്ന സിംഹം എന്ന പോലെ പിശാചാരും എഴുകേണ്ടും അലർന്ന് ചുറ്റി നടക്കുകയാണ്. അവിടെ നമ്മൾ നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം. നമ്മുടെ ഉണർവ് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മെ തകർത്ത് കളയാവുന്ന പ്രതിസന്ധികൾ കയറി വരുമ്പോൾ നമുക്ക് കോട്ട കാക്കുവാൻ കഴിയണം. പ്രാർത്ഥനയാൽ നമുക്ക് കോട്ട കെട്ടി പ്രാർത്ഥിപ്പാൻ കഴിയണം. അവിടെയാണ് നമുക്ക് ഉണർന്നിരിപ്പാനായിട്ട് കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 15-ാമത് വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 15-ാമത് വചനം. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ. തന്റെ നഗ്നത വെളിവാകാതെ വണ്ണം ധരിക്കുവാൻ നിന്റെ ഉടുപ്പ് സൂക്ഷിക്കണം. നമ്മുടെ വസ്ത്രധാരണം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നതായിരിക്കണം. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. നമ്മുടെ വസ്ത്രധാരണം ആരെയും പാപം ചെയ്യിക്കുന്നതാകരുത്. ദൈവമക്കൾ നമ്മുടെ വസ്ത്രധാരണം സൂക്ഷിക്കണം. അത് അവരവരാണ് സൂക്ഷിക്കേണ്ടുന്നത്. അത് ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊണ്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യകരമായ പദവിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ പ്രയാസങ്ങളും പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുവോളം കർത്താവിന്റെ മുമ്പിൽ നിലനിൽക്കുവാൻ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുവാൻ കഴിയണം. നമ്മുടെ പ്രാർത്ഥന കുറയാതിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിരന്തരമായി പ്രാർത്ഥിക്കണം. ലൂക്കോസ് 18-ന്റെ 1-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ മടുപ്പ് വരരുത്. 2 മണിക്കൂർ പ്രാർത്ഥിച്ചാലും 4 മണിക്കൂർ പ്രാർത്ഥിച്ചാലും 8 മണിക്കൂർ പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥനയിൽ മടുപ്പ് വരരുത്. എവിടെ പ്രാർത്ഥന കുറയുന്നുവോ അവിടെ നമ്മൾ ബലഹീനരായി. ഒരു ദൈവ പൈതൽ പ്രാർത്ഥന അനുഭവത്തിൽ വർദ്ധിച്ചു വരുവാൻ ഇടയായിത്തീരെ. നമ്മുടെ പ്രാർത്ഥന കുറയരുത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മെ സംരക്ഷിക്കുവാൻ നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിച്ച് പ്രാഗൽഭ്യത്തോടെ യാത്ര ചെയ്താൽ നമ്മെ നടത്തുവാൻ ദൈവശക്തൻ. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ പിശാച് നിങ്ങളെ തൊടാൻ കഴിയും. നിങ്ങളുടെ നന്മയെ ശത്രുവിന് ഊറ്റിക്കൊണ്ടുപോകാൻ കഴിയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആ പ്രാഗൽഭ്യം ഉണ്ടാകണം. ദൈവത്തിന്റെ ആ ഓരോ ദിവസവും വചനം വായിക്കുവാനും, വചനം വായിക്കാൻ കഴിയാത്തവർ കുഞ്ഞുങ്ങൾ കൊണ്ട് വായിച്ച് കേൾപ്പിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് വചനം വായിച്ച് കേൾപ്പിക്കണം. കേൾക്കണം. ദൈവവചനം നമ്മെ ബലപ്പെടുത്തുന്നു.
ദൈവവചനം ജീവനും ചൈതന്യം നൽകുന്നതാണ്. നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ നമുക്ക് വചനം കൂടിയേ തീരൂ. ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ കേൾക്കുന്ന വചനം കൊണ്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഓരോ ദിവസം കഴിയുന്നോറും ലോകം അത് മനുഷ്യനെ നാശത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സാഹചര്യങ്ങൾ അത് നമ്മെ തകർക്കുവാൻ വെല്ലുവിളിക്കുമ്പോൾ തകർന്നു പോകാതിരിക്കുന്നോ അത് ദൈവത്തിന്റെ കൃപ വേണം. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ പകരപ്പെടുക. ഇന്ന് പകൽ സകലതും ഒഴിഞ്ഞു പോകുകയാണ്, പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുകയാണ്. അത് ബലവാന്മാരും ധനവാന്മാരും രാജാക്കന്മാരും മഹത്വങ്ങളും അതെ പാറകളിലും ഗുഹകളിലും ഒളിച്ച് മലകളെ ഞങ്ങളുടെ മേൽ വീഴുവി, പാറകളെ ഞങ്ങളെ മേൽ വീഴുവി, കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പീനെന്ന് ഈ ലോകത്തിലെ ഉന്നതന്മാർ നിലവിളിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച ദൈവപൈതലിന് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഓടിപ്പോയ അപ്പന്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ കഴിയും. അതാണ് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, അല്ലേ? ഒരു പോലീസ് ഓഫീസറെ കാണുമ്പോൾ ആളുകളെല്ലാം കിടുകിടെ മറയ്ക്കും, താഴെയുള്ള പോലീസുകാരെല്ലാം സല്യൂട്ട് ചെയ്യും. പക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ യൂണിഫോമിലാണ് വീട്ടിൽ വന്നാലും ഒരു കൊച്ചു കുഞ്ഞ്, തന്റെ സ്വന്തം കുഞ്ഞ് ഓടിപ്പോയി അപ്പന്റെ തോളിൽ കയറും. അവന് ഭയമില്ല. എന്താ കാര്യം? ആ അപ്പന്റെ രക്തത്തിന്റെ ഓഹരിയാണ് മകൻ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതൽ ലോകത്ത് കാണുന്ന പ്രതിസന്ധി കണ്ട് ഭയപ്പെടരുത്. എന്റെ അപ്പന്റെ ഒരു മാർവിടമുണ്ട്, എനിക്ക് ആശ്രയിക്കാൻ. ആ ഒരു ഉറപ്പും പ്രത്യാശ നമ്മുടെ അകത്ത് വരണം. അതിന് ഒരേ ഒരു വഴി, ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ ഉണർവ് നഷ്ടമായി പോകരുത്. കർത്താവ് നമുക്ക് വേണ്ടി എരിയുന്ന അനുഭവിക്കുന്ന വേദന, മനുഷ്യന്റെ പാപത്തെ മുഴുവനും കർത്താവ് വഹിച്ച, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് കാൽവറിയിൽ തകർക്കപ്പെട്ടത് അവിടുത്തെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം നേടിത്തരുവാൻ. അവിടുത്തെ രക്തത്തിന്റെ വില എത്ര വലുതെന്ന് നമ്മൾ തിരിച്ചറിയാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച്, എവിടെയെങ്കിലും കർത്താവേ ഞാൻ ദൈവസന്നിധിയിൽ പോയെങ്കിൽ, എവിടെയെങ്കിലും ജീവിതത്തിൽ കുറവ് വന്നു പോയെങ്കിൽ, ദൈവവചനം വായിക്കേണ്ടുന്ന സമയം എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പ്രാർത്ഥിക്കേണ്ടുന്ന സമയം എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ ആ കുറവ് ഏറ്റുപറയുന്നു. ഓ ഹല്ലേലൂയ. എവിടെയെങ്കിലും ഞാൻ മയങ്ങിപ്പോയെങ്കിൽ, എന്റെ കുടുംബത്തിനകത്ത് ഏതെങ്കിലും സാഹചര്യങ്ങൾ കാണാതെ ഞാൻ ഉറങ്ങിപ്പോയെങ്കിൽ, കണ്ടിട്ട് കാണാത്തതുപോലെ ഞാൻ ആയിപ്പോയെങ്കിൽ, എന്റെ തലമുറകളുടെ അതേ വഴികളെ ഞാൻ മറന്നുപോയെങ്കിൽ, അവരെ കുറിച്ച് ഞാൻ ഓർക്കാതെ പോയെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നമ്മെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു നിമിഷം കേട്ട വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാമോ? ഈ ലോകത്തിലെ ഉന്നതന്മാർ, ധനവാന്മാർ, പ്രഭുക്കന്മാർ, രാജാക്കന്മാർ ഗുഹകളിൽ ഒളിച്ചിരുന്നിട്ട് മലകളോടും പാറകളോടും കുഞ്ഞാട്ടിന്റെ കോപം തട്ടാതെ വേണം ഞങ്ങളെ മറയ്ക്കുവി, ഞങ്ങളുടെ മേൽ വീഴുവി, ഞങ്ങൾ നശിക്കട്ടെ എന്ന് പറയുമ്പോൾ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതലിന് ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാതിരാജാവായ ആ കർത്താവിന്റെ അടുക്കൽ ചെന്ന് നന്ദ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന പേരിന് ഓഹരിക്കാരായി തീരുവാൻ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ എത്ര പേർക്ക് കഴിയും? ഉണർവുണ്ടാവും. ജീവിതത്തിൽ എവിടെയൊക്കെയോ മയക്കം വന്നു പോയില്ലയോ? എവിടെയൊക്കെ ഞാൻ പിന്മാറിപ്പോയില്ലയോ? ഞാൻ മറ്റുള്ളവരുമായി തട്ടിച്ചു നോക്കിയില്ലേ? പാസ്റ്ററുമായി കമ്പയർ ചെയ്യരുത്, വിശ്വാസികളുമായി കമ്പയർ ചെയ്യരുത്. അവർ ഞായറാഴ്ച മാത്രം വരുന്നു, ഞാനും അങ്ങനെ പോയാൽ പോരെയോ? അവർ ഇത്ര സമയം പ്രാർത്ഥിക്കും, ഞാനും അത്ര സമയം പ്രാർത്ഥിച്ച പോരെയോ? ദൈവം അതിനായിട്ടല്ല എന്നെയും നിങ്ങളെ വിളിച്ചത്. ദൈവത്തിന്റെ വിളി വ്യക്തിപരമായതാണ്. ഓരോരുത്തരും
അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ കർത്താവിന്റെ പക്കലുണ്ട്. പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുമ്പോഴോ കർത്താവിന് നിൽപ്പാൻ, അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വരുവാൻ എത്ര പേർക്ക് പ്രാഗൽഭ്യമുണ്ട്? അവനെ തുറക്കാം, ദൈവത്തോട് നിലവിളിക്കാം. ഓ ഹല്ലേലൂയ! നമ്മുടെ ചുറ്റുപാടുകൾ കാണുന്ന അനർത്ഥങ്ങളെ ഓർത്ത് കരയാം, നമ്മുടെ തലമുറകളെ ഓർത്ത് കരയാം. യേശു കർത്താവ് പറഞ്ഞു, എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ട, നിങ്ങളുടെ തലമുറകളെ ഓർത്ത് കരയുവാൻ, നമ്മുടെ തലമുറകളെ ഓർത്ത് കരയുവാൻ, ദേശത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലമുറകളെ ഓർത്ത് കരയുവാൻ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ദേശത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകളെ ഓർത്ത് കരയുവാൻ എത്ര പേർക്ക് പ്രാഗൽഭ്യമുണ്ട്? അവരം തുറന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം ഇന്ന് പലക്കാലം നമ്മുടെ നടുവിൽ നടകൊള്ളുകയോ ഏതൊക്കെയോ ജീവിതങ്ങളെ ഇന്ന് മുതൽ എന്റെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. നിന്റെ വേദനകളെ മാറ്റുവാൻ, ഭാരങ്ങളെ മാറ്റുവാൻ, നിരാശകളെ മാറ്റുവാൻ, പ്രതിസന്ധികളെ മാറ്റുവാൻ. ഓ ഹല്ലേലൂയ! ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയോടെ നമ്മുടെ മേൽ ഇറങ്ങി വരുവാൻ അതരങ്ങളെ തുറക്കാം. ആരും നിർവചാരികളായിരിക്കരുത്. ഓ ദൈവത്തിന്റെ സന്നിധിയില് പ്രാർത്ഥനാത്മാവിനാൽ നിറയപ്പെടട്ടെ, പ്രാർത്ഥനാത്മാവിനാൽ നിറയപ്പെടട്ടെ, പ്രാർത്ഥനാത്മാവിനാൽ ജനം നിറയപ്പെടട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്ത് മൂടിയിരിക്കുന്ന ഇരുളിന്റെ സ്വാധീനങ്ങൾ അഴിഞ്ഞു മാറാം. ഇരുളിന്റെ ഇരിപ്പിടങ്ങൾ ഇന്ന് പകൽ സ്വർഗത്തിലെ തീയിറങ്ങി കത്തി മാറും. ദൈവത്തിന്റെ കരം ദേശത്ത് വെളിപ്പെടുകയാ. ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ. കുടുംബങ്ങളെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന, വ്യക്തികളെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന സകല കെട്ടുകള് ഇന്ന് പകല് യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ബന്ധനസ്ഥർ വിടുതൽ പ്രാപിക്കട്ടെ, പിന്മാറ്റക്കാർ യഥാസ്ഥാനപ്പെടട്ടെ. വചനത്തിന്റെ ശക്തിയോ, വചനത്തിന്റെ ശക്തിയോ, വചനത്തിന്റെ ശക്തിയോ ഇന്ന് പകൽ ജീവൻ പ്രാപിക്കട്ടെ. ഉണർന്ന് പ്രാർത്ഥിപ്പാം, മടുത്തുവാകാതെ പ്രാർത്ഥിപ്പാം. പ്രാർത്ഥന അനുഭവത്തിൽ മുന്നേറുവാൻ ആ കരങ്ങളെ തട്ടി ആദരങ്ങളെ തുറന്ന് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ!